ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സിമ്പിൾ അൽഫാം മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അൽഫാമിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പച്ചമുളക്, ഒരൽപ്പം മല്ലിയില, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരര സ്പൂൺ വലിയ ജീരകം, ചെറിയൊരു തക്കാളി, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇത്ര എടുത്ത് നമ്മൾ അതിലേക്ക് ഒരൽപ്പം നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരൽപ്പം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഈ മസാലകളെല്ലാം നന്നായി പിടിപ്പിച്ച് 1 മണിക്കൂർ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് മാറ്റിയേക്കാം. ഇതിലേക്ക് മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പു എന്ന സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പോർഷനും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള മന്തിയുടെ റൈസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ 2 പാനിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. 2 വശവും മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി 3/4% വെന്ത് വന്നിട്ടുള്ള അരിയിലേക്ക് ഇതിൻ്റെ മുകളിലാക്കി ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ഓയിലും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് മുകളിൽ കനലൊക്കെ വെച്ച് ഒരു 3 മണിക്കൂറിന് ശേഷം നല്ല പെർഫെക്റ്റ് മന്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.